ഹായ് ചങ്കൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് വക്ര സൂക്കിലാണ് ഉള്ളത്. അപ്പോൾ വക്ര സൂക്കിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഈ സൂക്കിലേക്ക് വരുന്നവർക്ക് വിശാലമായി കിടക്കുന്ന കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഫ്രീ പാർക്കിംഗ് ആണോ ഇനി അതല്ലെങ്കിൽ പേ പാർക്കിംഗ് ആണോ എന്നുള്ളത് അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് വക്ര സൂക്കിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി വെക്കാം. പിന്നെ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് ബീച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ആ സൈഡിൽ സീ ഫുഡ് കാര്യങ്ങളൊക്കെ കിട്ടും. ചങ്കള ഈ ഒരു സൂക്കിന് ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. ഈ ഒരു സൂക്ക് എന്ന് പറയുന്നത് പഴയ കാലത്തെ സൂക്ക് എന്ന് പറഞ്ഞാൽ പിന്നീട് റീകണ്ടീഷൻ ചെയ്തുകൊണ്ടാണ് ഈ പഴയ ആ രൂപത്തിലേക്ക് തന്നെ ഈ സൂക്കുകൾ പിന്നെയും കൊണ്ടുവന്നത് കേട്ടോ. ഇപ്പോൾ ഞാനുള്ളത് നെഹദി മന്തി റെസ്റ്റോറൻറ്റ് എത്തും, അതുപോലെ തന്നെ നമ്മളെ സൂഫി റെസ്റ്റോറൻറ്റ് എത്തുള്ളൂ കേട്ടോ. പേര് കേട്ട റെസ്റ്റോറൻറ്റുകളാണ് ഇതൊക്കെ. എന്തായാലും അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വേറൊരു വൈബാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവരെ പഴയ കാലത്തെ ആ ഒരു രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ട് തന്നെയാണ് ഇവരെ ബിൽഡിങ് രണ്ടാമത് റീകണ്ടീഷൻ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഡ്രസ്സിൻ്റെ ഷോപ്പുകളും ഓഫീസുകളും അതുപോലെ തന്നെ കോഫി ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും പല രീതിയിലുള്ള VIP റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് അങ്ങനത്തെ ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രീഡിൻ്റെ കിളികൾ അതുപോലെ തന്നെ അനിമൽസിൻ്റെ ഒക്കെ ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാനിപ്പോൾ ഈ ഷോപ്പുകളുടെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല, നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. ഏകദേശം 4:30-5 മണിയായി. അപ്പോൾ ഇരുടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബീച്ചിൻ്റെ ആ ഒരു സൈഡ് കൂടി കറങ്ങിയിട്ട് ലാസ്റ്റ് ഈ ഷോപ്പുകളിലൊക്കെ ഒന്ന് കയറാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബീച്ച് സൈഡിലേക്ക് പോവാം. ചങ്കള ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ വേറൊരു വൈബ് തന്നെ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈവനിങ് സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം സൂര്യാസ്തമയത്തിൻ്റെ ആ ഒരു സമയവും എന്താ പറയുക കൂടുതൽ ഇരുടാവാത്ത ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കടലിൽ നല്ല അടിപൊളി കാറ്റ്, ഒരു രക്ഷയില്ല കേട്ടോ, പൊടിച്ച കാറ്റാണ്. ഇപ്പോൾ കൂടുതൽ ചൂടില്ലാത്തൊരു സമയമാണ്, ഇപ്പോൾ തണുപ്പിലേക്ക് വരുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ കൂടുതൽ ചൂടും കാര്യങ്ങളൊന്നുമില്ല, സംഭവം അടിപൊളിയാട്ടോ. കണ്ട് പൊളിയല്ലേ സംഭവം എന്താണെന്നറിയില്ല. ഒട്ടകത്തിൻ്റെ കാലിനൊക്കെ നമ്മൾക്ക് ആനയ്ക്ക് ചങ്ങലിടയല്ല അതേമാതിരി ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ കാലിനിതാ അതേപോലെ ഓൾഡ് സൂക്ക്. ഇതൊരു മരത്തിൻ്റെ ഇതിൽ സംഭവം കുത്തി സെറ്റപ്പ് ആക്കി വെച്ച് കിട്ടോ, കണ്ടില്ലേ? കണ്ട് ഓരോ സോൺ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ, ഗ്ലാസ് പോലെ കിടക്കുന്നു. ഏകതാ രസം എന്നറിയാം. ഇത് കണ്ടിട്ട് ഇറങ്ങി കുളിക്കാൻ തോന്നും, പക്ഷേ നമുക്കിവിടെ ഇറങ്ങി കുളിക്കാനുള്ള അലൗഡ് ഇല്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ബീച്ച് സൈഡിൽ തന്നെ ഇരിക്കാനുള്ള ബെഞ്ചുണ്ട്, അതുപോലെ തന്നെ ഏർമാട പോലത്തെ ഒരു സംഭവമുണ്ട്. ഈ ഒരു ഏരിയ കുട്ടികളെ പാർക്ക് കേട്ടോ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. कितने 20 रियाल. वो ये छोटा 15 रियाल. ഇവർ ഈ വലിയ കുതിരയ്ക്ക് 20 റിയാലും ആ ചെറിയ കുതിരയ്ക്ക് 15 റിയാലാട്ടോ ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൈസയൊക്കെ നമ്മൾ കൗണ്ടറുണ്ട്. അപ്പോൾ അതാ ഈ കാണുന്ന ഈ ഒരു കൗണ്ടറിൽ പോയാൽ പൈസ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുട്ടികളൊക്കെ വെച്ചിട്ട് സഫാരി ചെയ്യിക്കുക. അതുപോലെ തന്നെ നമുക്ക് വലിയ ആൾക്കാർക്ക് വേണമെങ്കിൽ സഫാരി ചെയ്യുക, ഈ ഒട്ടകപ്പുറത്തൊക്കെ കയറിയിട്ട് സഫാരി ചെയ്യുക. പിന്നെ അതുപോലെ കുട്ടികളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടില്ല, അവിടെ ഒരു സൈക്കിൾ സഫാരിയൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സംഭവമാണത്. അതുപോലെ തന്നെ ഒരു ട്രെയിൻ പോലത്തെ ഒരു സംഭവം കണ്ടില്ലേ, സംഭവം അടിപൊളിയാട്ടോ.
ഈ ബീച്ച് സൈഡിലുള്ള ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിൽ ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ നമ്മളെ നാട്ടിലൊക്കെ ബീച്ചിലൊക്കെ ഉണ്ടാകുന്ന മാതിരി അതേമാതിരിയുള്ള സംഭവങ്ങളാണ് ഇവിടെയും വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൽ പോപ്കോൺ, കളർ ജ്യൂസുകൾ, അതുപോലെ ഐസ്ക്രീം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം അടിപൊളിയാണ്. ഇവരെ ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തേക്ക് ചെയറുകളും അതുപോലെ തന്നെ ടേബിളുകളും ഫ്ലവറൊക്കെ വെച്ചിട്ട് വളരെ സെറ്റപ്പിൽ എന്താ പറയുക, ഈ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്ന ആ ഒരു രീതിയിൽ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ഇവർ സെറ്റപ്പാക്കി വെച്ചിട്ടുള്ളത്. എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലും ഇങ്ങനെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബീച്ച് സൈഡായതുകൊണ്ട് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെ കസ്റ്റമേഴ്സിനെ വില ആകർഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവർ ഫുഡ് എന്ന് പറയുന്നത് അറേബ്യൻ ഫുഡ്, പിന്നെ അതുപോലെ തന്നെ ഷീഷ കാര്യങ്ങളൊക്കെ വലിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ അറബികൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നത്. സംഭവം ഇപ്പോൾ ഏകദേശം ഒരു 7 മണിയായിട്ടോ. അപ്പോൾ ഇരുടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചത്തിൻ്റെ ചെറിയൊരു ക്ലിയർ കുറവുണ്ടാവും. അപ്പോൾ അവിടേക്ക് നമ്മളെ പോർട്ടിൻ്റെ ആ ഭാഗത്തേക്ക് കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോയി നോക്കട്ടെ, മീൻ കിട്ടിയോ എന്താണെന്നുള്ളത് അറിയാലോ. ചൂണ്ട ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ സൂക്കിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യില്ല, പിന്നെ ചൂണ്ട ഇടാനുള്ള പിന്നെ അലൗഡ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഫാമിലീസിന് മാത്രമാണ് ഈ സൂക്കിൻ്റെ ഈ ഒരു ബീച്ച് സൈഡ് കണ്ടില്ലേ, അവിടെ ഒരുപാട് സീ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ ബാച്ചിലേഴ്സിന് നമുക്ക് കടലിറങ്ങിയിട്ട് കുളിക്കാനോ അങ്ങനൊന്നും പറ്റില്ല. അപ്പോൾ ഫാമിലിക്ക് മാത്രമേ നടക്കുള്ളൂ. നമ്മളെ പോലത്തെ ബാച്ചിലേഴ്സിന് പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ചൂണ്ട ഇടുന്നുണ്ട്. ആ ഒരു സ്ഥലത്ത് പോയി നോക്കട്ടെ, പിന്നെ മീനെന്തോ കിട്ടുന്നുണ്ടോ, ചൂണ്ടയിടാൻ വന്ന് നോക്കാമല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മളെ കണ്ടില്ലേ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ചിപ്പിൻ്റെ ഇവിടെ റൗണ്ട് ബോട്ട് ഉണ്ട്, ഒരു ചിപ്പിൻ്റെ ആ റൗണ്ട് ബോട്ടിൽ നിന്ന് നമ്മൾ നേരെ റൈറ്റ് പിടിച്ചാൽ പോർട്ടിലേക്ക് പോകുന്നൊരു ഭാഗമുണ്ട്. അപ്പോൾ ഏകദേശം ദൂരം വരെ, കുറച്ച് അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ, കൂടുതലായിട്ട് പോകാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ ഒരു പിന്നെ ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് അലൗഡ് നമുക്കില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് മീൻ പിടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സൂക്കിൻ്റെ ആ ഒരു തലക്ക ഭാഗമല്ലേ, ആ ഒരു സൈഡ്, അപ്പോൾ ആ ഒരു സൈഡിൽ അപ്പുറം തലക്കല ഭാഗത്ത് അവിടെയും നമുക്ക് മീൻ പിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഒരിക്കലും മീൻ പിടിക്കാനോ അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനോ ഒന്നും കുളിക്കാനൊന്നും പറ്റില്ല. ഒക്കെ ഫാമിലീസിനാണ്. പിന്നെ അതേപോലെ വ്യാഴം വെള്ളിയാണ്. ഇനി വെള്ളിയും ശനിയാണോ എന്നറിയില്ല. ഏതോ 2 ദിവസം സൂക്കിലേക്ക് ഫാമിലിക്ക് മാത്രമേ അലൗഡ് ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ദിവസമേ ഇവിടെ വന്നപ്പോൾ ഒരു മലയാളിനെ പരിചയപ്പെട്ടു. എന്തൊക്കെ സാറല്ലേ? ഇല്ല, ഞാൻ ഇന്നിപ്പോൾ നടന്നിങ്ങനെ വരും. സംഭവം ഇവിടെ ഒരു മീൻ കിട്ടിക്കുന്നു പറഞ്ഞു. നോക്കി നമ്മൾ ഇരുട്ടായ കൊണ്ട് കാണാൻ അവസരം ബുദ്ധിമുട്ട്. ആ ഭായ്, നീ मेरा को बनाया तो मुश्किल है, किचन नहीं है. കവറിലിട്ടോ, കാരണം ജീവനെല്ലാം കൊണ്ട് പടച്ച് പുറത്തേക്ക് പോകും. ഇവര് ചെമ്മീനൊക്കെ ആയിട്ടാണ് വന്നത്. ചെമ്മീനായിട്ടാണ് മീൻ പിടിക്കാൻ വേണ്ടി വന്നത്. ഇതിൻ്റെ ഉള്ളിൽ 2-3 ബ്രീഡുകളെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അപ്പം ലവ് ബേർഡ്സ്, പ്രാവ്, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഈ ഫിഷില്ലേ, കളർ മീനുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. कितना भाई?
150, 250. നമ്മളെ നാട്ടിൽ നാടൻ കോയും കാടക്കോയും എല്ലാ ഐറ്റംസ് സാധനവും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. ഇനി നമുക്ക് എന്തായാലും കളർ മീനിൻ്റെ ഷോപ്പിലൊന്ന് കയറി നോക്കാം. സംഭവം വേറെ ലെവൽ തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. ഏതാ നിറ വെറൈറ്റി മോഡൽ സാധനങ്ങളാട്ടോ. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല റേറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് ഉണ്ട് ഇതിനൊക്കെ. ഈ ഫിഷുകളൊക്കെ കാണാൻ വേറൊരു ഭംഗി തന്നെ കേട്ടോ. പല പല കളറുകളും പല പല മോഡലുകളും, അത് എന്താ പറയുക, വേറൊരു വൈബ് തന്നെ. നമ്മളെ നാട്ടിൽ ഇതേമാതിരി കോഴിക്കുഞ്ഞുങ്ങൾ ഇതേമാതിരി പല കളറാക്കി കൊണ്ടുവരും. ആ ഒരു ഭംഗിയുണ്ട്. ഇതൊക്കെ കണ്ടാൽ ശരിക്കും നമ്മൾ വാങ്ങിപ്പോട്ടോ. ഇത് കണ്ടില്ലേ ഫൈറ്ററൊക്കെ, ഏതാ അടിപൊളി സാധനം. ലൈറ്റൊക്കെ കൊടുത്ത് വളരെ സെറ്റപ്പിലാട്ടോ സംഭവം. പൊളിച്ച് കേതാലും സംഭവം അടിപൊളിയാണ്. ഇതുപോലെ ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അക്വേറിയം, അതുപോലെ തന്നെ ലവ് ബേർഡ്സ്, അങ്ങനത്തെ ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ചങ്കളെ, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.